ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇവളെ പുറത്തു കൊണ്ടുപോയാലേ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെനിക്ക് ആരുടെ ആവശ്യമില്ല. ഈ വീട്ടിൽ നിന്ന് ഇവൾ ഇറങ്ങണമെങ്കിൽ ഹരി നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ തടയാൻ ഹരി മുന്നിലുണ്ടാവും. ഞങ്ങൾ ഇവന്റെ പിന്നിലും. ഒരിക്കൽ ഞാൻ ആൻറ്റിക്ക് വാക്ക് തന്നിരുന്നു, നിത്യയെ ഞാൻ സംരക്ഷിച്ചോളാന്ന്. പക്ഷേ അതിനിടയിൽ ജീവന്റെ വരവോടെ എൻ്റെ മനസ്സൊന്ന് പതറിപ്പോയി. അതിപ്പം ഞാനങ്ങ് മാറ്റുക. ആൻറ്റി, ഇത് ഹരിയുടെ ചങ്കിൽ തൊട്ട വാക്ക. നിത്യയെ ഞാൻ കാക്കും. നിത്യയ്ക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. മോളെ, നീ പിന്നെ മനുവിനെ വിളിച്ചില്ലേ? ഇല്ല. ആന്ത് വിളിക്കായിരുന്നു? ദേ, നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് സംസാരിക്കാനില്ലേ? അത് പിന്നെ മോളെ ഏട്ടനറിയാം എവിടെ സംസാരിച്ച് തുടങ്ങണം, എങ്ങനെ സംസാരിച്ച് തുടങ്ങണമെന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. മോള് പേടിക്കണ്ട. അതിനെ ഏട്ടനൊരു അവസരം ഉണ്ടാക്കിത്തരാം. മനുവിനോട് ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. മനുവിനെയും കൂട്ടി നമുക്കൊന്ന് പുറത്തു പോവാം. എന്നിട്ട് നിങ്ങൾ മാത്രമായിട്ടിരുന്ന് സംസാരിക്കുക. പറയാനും കരയാനുള്ളതൊക്കെ തീർക്ക്. അപ്പോഴേ നീ ശരിക്കും ഇപ്പോഴത്തെ അവസ്ഥയോട് പൊരുത്തപ്പെടും. അതൊന്നും വേണ്ട. വേണം മോളെ, നിന്റെ നല്ലതിനല്ലേ പറയുന്നത്? ജ്യോതി, ഏട്ടൻ പറയുന്നത് നല്ല കാര്യല്ലേ? നീ ചെല്ല്. വേണമെങ്കിൽ നിത്യം നമ്മളോട് വരട്ടെ. അപ്പൊ നിനക്ക് വേറെ ടെൻഷനൊന്നുമില്ലല്ലോ. പ്രൊട്ടക്ട് ചെയ്യാൻ നിത്യം ഉണ്ടെങ്കിലേ പിന്നെന്താ കുഴപ്പം? നിത്യേച്ചി, മനുവും നീയും തമ്മില് മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴും നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ആശങ്കകൾ കിടക്കുന്നില്ലേ? അതൊക്കെ മാറ്റാൻ കഴിയുന്നെങ്കിൽ ഇത് ചെറിയ കാര്യമല്ല. നിനക്ക് നല്ലത് വരാനല്ലേ നിത്യേച്ചി ആഗ്രഹിക്കാറുള്ളൂ. ചേച്ചി കൂടെ വരാം. നിത്യ, മനു, ജ്യോതി എല്ലാവരെയും ഒരുമിച്ച് ഒരിടത്ത് കിട്ടാന്നുള്ളതാ എനിക്ക് വേണ്ട. അങ്ങനെ പോകുന്നെങ്കിൽ ഹരിയെ കൂടി വിളിച്ചോ. ഹരിയില്ലാതെ ആരും ഒരിടത്തും പോവില്ല. അമ്മേ, അറിയില്ലേ, ഞാനിവളുടെ ഏട്ടനാണ്. ഇവളെ പുറത്തു കൊണ്ടുപോയാലേ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെനിക്ക് ആരുടെ ആവശ്യമില്ല. ഈ വീട്ടിൽ നിന്ന് ഇവൾ ഇറങ്ങണമെങ്കിൽ ഹരി നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ യാത്ര ഞാൻ തടസ്സപ്പെടുത്തിയൊന്നുമില്ല. മനസ്സിലായോ മോനെ?
എന്നാ ശരി. ഉം. അങ്ങനെ ആവട്ടെ. ഹരിയും കൂടെ കൂടെ വരട്ടെ. ഉം. നിത്യ, നിങ്ങൾ റെഡിയാവും? വേഗം റെഡിയാവും. വാ. സൈന്യാധിപനെ കൂടെ അയക്കാണല്ലേ? മകന്റെ കരുത്തറിയാത്ത അമ്മ. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ എന്റെ പരാതി കൊടുക്കുന്നത്. അത്രത്തോളൊന്നും ആയിട്ടില്ലല്ലോ മോൻ. ഉം? ഉം. മുരുക, എന്താ ജീവ കാണണമെന്ന് പറഞ്ഞത്? മനു വന്നു പോയിട്ട് താൻ ജ്യോതിയോട് സംസാരിച്ചിരുന്നു? സംസാരിച്ചു. അവളുടെ മനസ്സിപ്പോഴും പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ല അല്ലേ? അവൾ ആകെ കൺഫ്യൂഷനില്ല. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ ആരായാലും അങ്ങനെയായി പോവല്ലോ. നിത്യ, നമ്മൾ വിചാരിച്ച അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ജ്യോതി മനുവിന്റെ ജീവിതത്തിലേക്ക് പോകുന്നത് പൂർണ്ണമായ സന്തോഷത്തോടെ ആയിരിക്കണം. അവളുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത പ്രയത്നത്തിന് ഒരു ഫലം ഉണ്ടാവില്ല. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പോരടോ. ദാമ്പത്തിക ജീവിതത്തിൽ ഒരു അസ്വസ്ഥതയുണ്ടായ അത് എത്രത്തോളം മനസ്സിനെ ആഴത്തിൽ ബാധിക്കുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ രണ്ടുപേരും.